ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഒരിടത്തോട്ട് പോവുക കേട്ടോ. മറ്റിടത്തൊന്നുമല്ല, എല്ലാവർക്കും ഒന്ന് കഴിക്കണം വെളിയിൽ നിന്ന്. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും കുഞ്ഞുങ്ങളുടെ താല്പര്യവും എല്ലാവരുടെയും താല്പര്യമൊക്കെ മാനിച്ച് നമ്മളും പോവുകയാണ്. ഇവിടെ അടുത്ത് തന്നെ ഒരു ഹോട്ടലാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവർ മുമ്പേ കൂടെ കണ്ട വല്ലപ്പോഴൊക്കെ അല്ലേ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ഒന്ന് വെളിയിലൊക്കെ പോകാൻ പറ്റും. ഒരാഗ്രഹങ്ങളൊക്കെ അല്ലേ, അതൊക്കെയല്ലേ നമ്മുടെ മെയിൻ. അതാണല്ലോ നമ്മുടെ ജീവിതം. അങ്ങനെ ഞങ്ങളിവിടെ എത്തി. അവിടെയുള്ള കാണുന്ന നല്ലൊരു വൈബായിരുന്നു കേട്ടോ. നല്ലൊരു എന്താ പറഞ്ഞാൽ അവിടെ ഗാർഡനൊക്കെ നല്ലതാണ്. എല്ലാവരും മേളിലാണ് ഹോട്ടൽ. അപ്പം എല്ലാവരും മേളിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ മമ്മിയെല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ മേളിലെത്തി. മേളിൽ നോക്കിയപ്പോൾ ഭയങ്കര ട്രാഫിക്ക്. അതാണ് ഹോട്ടലിലെ മെനു ആണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഒരു ഹോട്ടലാണ്, സാധാ ഒരു ഹോട്ടലാണ്. ഞങ്ങളെല്ലാം കൂടെ അകത്ത് കയറി. അവിടെയുള്ള കുറേ അച്ചാറുകൾ കേട്ടോ, പല രൂപത്തിലൊക്കെ ഉള്ള പ്രത്യേകമുള്ളൊരു അച്ചാറുണ്ട് കേട്ടോ. അവിടെ ഗുണ്ടാന്ന് കണ്ട, ഗുണ്ടല്ല ഗുന്ത എന്നാണ് ഇതിനർത്ഥം. കൊടിയാർ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. അവിടെയുള്ള മെയിൻ ഇതാണ്, എന്നെ കൊണ്ടുപോകാൻ കാരണം ഇതാണ്. അവിടെ അച്ചാറുകൾ പലതുണ്ട്, സാലഡ്സ് പലതുണ്ട്. അങ്ങനെയൊക്കെ അതൊക്കെ കാണിക്കാൻ പുള്ളിക്കാരൻ എപ്പോഴോ അത് കഴിച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ മെയിൻ ഞങ്ങളെ കൊണ്ടുപോകാൻ. ഞങ്ങൾ പാപ്പടിൻ്റെ ഒരു ഡിഷ് മേടിച്ചു. പിന്നെ റൊട്ടി. ഇവാനയുടെ ഇഷ്ടം എപ്പോഴും പനീറാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും പനീറാണ് മെയിൻ. പിന്നെ ഒരു ബ്രിഞ്ചലിൻ്റെ ഒരു സബ്ജി മേടിച്ചു. എല്ലാവരും കഴിച്ചു, എൻജോയ് ചെയ്തു. നല്ലൊരു ഹോട്ടൽ. എപ്പോഴും അവിടെ എന്തായിരുന്നു, ഭയങ്കര റഷാണ് കേട്ടോ ഈ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര റഷ്. പുള്ളിക്കാരന് ഇഷ്ടം എപ്പോഴും കൂടുതലും സ്വീറ്റ്സിനോടാണ്. അവിടെ ഇരുന്ന ശർക്കര അതൊക്കെയാണ് കഴിക്കുക. ഞാനും എൻജോയ് ചെയ്തു കേട്ടോ. അപ്പം ഞങ്ങളൊക്കെ കഴിച്ചു. എന്ന് പറഞ്ഞാൽ നല്ലൊരു എരിവില്ല. ഇവർക്കൊക്കെ എരിവ് വേണ്ടാത്തത് കൊണ്ട് കൂടുതലും മധുരത്തിൻ്റെ ആൾക്കാരാണ്. മാംഗോ ജ്യൂസും അതൊക്കെ കുടിച്ചു, എൻജോയ് ചെയ്തു. എന്താ പറയുക, കൂടുതലും നമുക്ക് അവിടുത്തെ സബ്ജികളൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു ടേസ്റ്റി ആയിരുന്നു. പിന്നെ അവിടെ കണ്ട ഒരു ഇതാണ് കേട്ടോ, എല്ലാവർക്കും കഴിച്ചു കഴിഞ്ഞിട്ട് പണ്ടത്തെ ഓർമ്മകളെയൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഈ വായിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബുക്ക് വാസ് എന്ന് പറയാൻ മൗത്ത് ഫ്രഷ്നർ പോലെ. എന്താ പറയുക, പുളിയുടെ, മാങ്ങയുടെ അങ്ങനെയൊക്കെയുള്ള അതിൻ്റെ സീഡുകൾ അതൊക്കെ അരിഞ്ഞ് ഉണക്കി ഉപ്പും അതൊക്കെ ഇട്ട്, പിന്നെ ഈ ജീരകത്തിൻ്റെ പലതരത്തിലുള്ള ഇവാനാണ് ജീരകത്തിന് ഇഷ്ടപ്പെട്ടത് കഴിക്കുക. അപ്പോൾ അവിടെ കണ്ട അവരുടെ കൊടിയാർ, അവരുടെ എന്തോ രൂപങ്ങളാണ്, എനിക്ക് മനസ്സിലായില്ല അവരുടെ ഒരു സ്റ്റൈല്. ഞങ്ങൾ കഴിച്ച് ഇറങ്ങി. മേളിൽ നിന്ന് താഴോട്ട് സ്റ്റെപ്പിൽ ഇറങ്ങാമെന്ന് ഞങ്ങൾ ചലഞ്ച് ചെയ്ത് ഇറങ്ങുകയാണ്. മമ്മിയെ കൊണ്ട് പറ്റില്ല. മമ്മിയൊക്കെ ലിഫ്റ്റിലൂടെ പോയി. ഇവാന ഇങ്ങനെ മേളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി, എന്നാൽ ചലഞ്ച് ചെയ്ത് ഇറങ്ങുക, ഞാൻ സ്റ്റെപ്പിൽ കൂടെ പോവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ അവിടെ കണ്ട വേറൊരു ഇതാണ് കേട്ടോ. ഇവിടെ ആയിരുന്നു ഹോട്ടൽ. അപ്പോൾ താഴെ ഒരു ബ്രെഡിൻ്റെയൊക്കെ വിവിധ സ്റ്റൈലിലുള്ള എന്തൊക്കെയോ ഒരു ഹോട്ടൽ കണ്ടു. അപ്പോൾ ഞങ്ങൾ വന്നു. ഞാൻ പുള്ളിക്കാരനോട് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ഫുഡ്. ഞാൻ ഉണ്ടാക്കിയ ഫുഡൊക്കെ നല്ലതായിരുന്നല്ലേ, സൂപ്പറായിരുന്നു എന്ന് രണ്ടുപേരും പറയുക കേട്ടോ. പുള്ളിക്കാരൻ എനിക്ക് 5 ഔട്ട് ഓഫ് 5 ഒക്കെ തന്നു. അങ്ങനെ